ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പത്തനംതിട്ടയുടെ നാളത്തെ ഒരു അടിപൊളി പ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവീൻ വന്ന് കയറുകയാണ്. അപ്പം നവീൻ വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. എടാ, നീ എൻ്റെ മനസ്സിലുള്ള പെണ്ണ് ആ നന്ദുവാണോ? ആണെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആണെങ്കിലേ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അവളാണ് നിൻ്റെ മനസ്സിലെങ്കിൽ ആ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ലടാ. എൻ്റെ മരുമകളായിട്ട് ഏതായാലും ആ നന്ദു എന്ന് പറഞ്ഞ പെണ്ണ് ഈ വീട്ടിലേക്ക് കയറി വരണ്ട. എനിക്കവളെ കണ്ണിന് നേരെ കണ്ടുകൂടാ. ഞാനതിന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിൽ ഇതെന്താന്നേ, നീ എന്തിനാണ് എപ്പോഴും അവനിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ്റെ മനസ്സിലുള്ള പെണ്ണിൻ്റെ കാര്യം നിന്നോട് പറഞ്ഞു. നീയല്ലേ പറഞ്ഞത് ഇനി ആരാണേലും കുഴപ്പമൊന്നുമില്ല, ഏത് തൻ്റെ ഉള്ള പെണ്ണാണേലും കുഴപ്പമില്ല, നീ തന്നെയല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു. പക്ഷേ ഇവൻ്റെ മനസ്സിൽ നന്ദു ആണോ ഇല്ലെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. പക്ഷെ നന്ദു ആണെങ്കിൽ പൊന്നു മോനെ, നീ അത് മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നവീനാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇനി എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നടത്തി തരിക, ഇല്ലെങ്കിൽ വേണ്ടായെന്നേ, ഞാനിങ്ങനെ തന്നെ ജീവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നവീനും ആകെ ടെൻഷനിൽ നിൽക്കുകയാണല്ലോ. ഈ അനിയുടെയും നന്ദുവിൻ്റെയും ആ വലിയ പ്രണയകഥ അറിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് നവീൻ. അപ്പോൾ ആ ഒരു അരിശം കൊണ്ട് നിൽക്കുന്ന ഇതാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നവീൻ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. കേട്ടില്ല അച്ഛാ, അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവൻ നന്ദുവിനല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ലെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതൊക്കെ എങ്ങനെ സഹിക്കും അച്ഛാ? ദേ അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും തലകുത്തി മറിഞ്ഞാലും ശരി ആ കല്യാണം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആ പെണ്ണ് നേരത്തെ മുതൽ ഇഷ്ടമല്ലെന്നേ. ഇതേപോലൊരു തൻ്റെ ഉള്ള പെണ്ണുങ്ങളുണ്ടോ? ആണുങ്ങളെ പോലും വക വയ്ക്കില്ല, ഒരു ബഹുമാനമില്ല, എടുത്തിട്ട് അടിക്കും പിടിച്ചിട്ട്. ഇത് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ജോലി പിന്നെ പോലീസിലല്ലേ. അപ്പോൾ ന്യായം എവിടെയാണ്? ആ ഭാഗത്തല്ലേ നിൽക്കേണ്ടത്. നീ എന്തിനാ കിടന്നിങ്ങനെ തുള്ളുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും സെറ്റാവില്ല അച്ഛാ. നന്ദു വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു സംസാരം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നവീനെ കാണിക്കണം. അപ്പം നവീനാണെങ്കിൽ റൂമിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരിഞ്ഞ് നടക്കുക. എന്നാലും ഇത്രയ്ക്കും തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ അനി തന്നെ ഒരുപാട് ചതിച്ചു. തന്നോട് ഒരിക്കൽ പോലും നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ നവീന് ആകെ അരിശ്യം വരികയാണ്. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവനെ പോലൊരാളെ കൂട്ടുകൂടാനായിട്ട് എങ്ങനെ എനിക്ക് തോന്നി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ പോലീസുകാർ പറഞ്ഞതും പിന്നീട് നവീൻ തൻ്റെ കണ്ണാലെ കണ്ട ആ കാഴ്ചകളൊക്കെ നന്ദുവും അതേപോലെ തന്നെ അനിയും കൂടി ബീച്ചിലിരിക്കുന്നതും അവർ സംസാരിക്കുന്നതും തോളിൽ കിടക്കുന്നതും അങ്ങനെതായ. ആദ്യം നമ്മുടെ നവീൻ വിചാരിച്ചത് എനിക്ക് മാത്രമേ നന്ദുവിനോട് ഇഷ്ടമുള്ളൂ, നന്ദുവിന് അങ്ങനെയൊന്നുമില്ല എന്ന്. പക്ഷേ തൻ്റെ കണ്ണ് നേരെ കണ്ടിരിക്കുകയാണ് നന്ദുവിനും അനിയോട് ആ ഒരു തരത്തിലുള്ള ഇഷ്ടം ഉണ്ടെന്ന്. അപ്പോൾ അതും കൂടി അറിഞ്ഞപ്പോഴേക്കും നവീന് ഭയങ്കര സങ്കടം തോന്നുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയും അനിയുമാണ്. അപ്പോൾ ഇവർ പാതിരാത്രിയായിട്ട് നന്ദു വീട്ടിലേക്ക് പോയിട്ടില്ല. അപ്പോൾ നന്ദു ആണെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് തോന്നുന്നില്ല. ഞാനിപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അച്ഛനും അമ്മ എന്നെ അന്വേഷിച്ചിപ്പോൾ മടുത്തിട്ടുണ്ടാവും. എന്നെ കാണാത്തതിൽ വളരെയൊരു സങ്കടം ഉണ്ടാവും. ഞാൻ ആ വീട്ടിൽ നിന്ന് വഴക്കിട്ടാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു സങ്കടം അവരുടെ മനസ്സിലുണ്ടാകും. എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഇനിയിപ്പോൾ നവീനേട്ടൻ അവിടെ ചെന്ന് നന്ദുവിനെ എനിക്ക് കെട്ടിച്ചേരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ അച്ഛനും അമ്മ ഈ കല്യാണം നടത്താനായിട്ട് ഒരുങ്ങും അനി. അതാണ് എനിക്ക് പേടി അനി എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും നമുക്ക് ഫേസ് ചെയ്തല്ലേ മതിയാവുള്ളൂ. എന്ത് ഫേസ് ചെയ്യാൻ കല്യാണക്കാരെയൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഓഹോ, അപ്പോൾ നീ നന്ദു പറഞ്ഞു വരുന്നത് എന്താ? നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് മാറി നിൽക്കണം എന്നാണോ പറഞ്ഞു വരുന്നത് ധ്യാനി? എൻ്റെ സ്വഭാവം നീ ശരിക്കും അറിയോ കേട്ടോ. എത്രയോ കാര്യങ്ങൾ നീ എന്നോട് മറച്ചു വെച്ചു. ഇപ്പോൾ എന്നോട് വന്ന് ഡയലോഗ് അടിക്കുന്നു. നിനക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ഞാൻ വഴി കാണുമായിരുന്നു. ഇപ്പോൾ ഒന്നും പറ്റാത്തൊരവസ്ഥയിലല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി വീട്ടിൽ പോയി അവരോടൊക്കെ എന്ത് പറയുമെന്ന് പോലും എനിക്ക് അറിയാൻ പാടാത്തൊരവസ്ഥയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചില്ല. അപ്പം നന്ദു ഇരുന്ന് കരയുക. നന്ദുവിൻ്റെ കരച്ചിലുണ്ടഞ്ഞപ്പോഴേക്കും എനിക്കും ആകെ ടെൻഷനായി. ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ജീവിതത്തിൽ നീ അല്ലാതെ വേറെ ആരും കടന്നു വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇനി എൻ്റെ അമ്മയും അതേപോലെ തന്നെ നിൻ്റെ അമ്മയും സകല കാര്യങ്ങളും അറിഞ്ഞ് എല്ലാം ഓക്കെ ആണെങ്കിൽ ആ അനന്തപുരിയിൽ എൻ്റെ ചേച്ചിമാരുണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. നമ്മൾ രണ്ടുപേരും എന്തൊക്കെ സംഭവിച്ചാലും ഏതൊക്കെ സംഭവിച്ചാലും ഒന്നിച്ചിരിക്കും.
അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഒന്നിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ആകെ സങ്കടം തോന്നുകയാണ്. ഉറപ്പായിട്ടും നന്ദു, നിന്നെയും ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാവില്ല. നവീൻ്റെയും നിൻ്റെയും കല്യാണം ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ ഒരു സംഭവം വരട്ടെ, അതിനുശേഷമല്ലേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഏതായാലും നീ വീട്ടിലേക്ക് പോകും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും നമുക്ക് ഫേസ് ചെയ്യാം, നമ്മൾ തമ്മിലെ ഒന്നിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. സമയം തന്നെ ആദർശിനെയും നയനെയും കാണിക്കുകയാണ്. അവരെ ഒന്നും കൂടി തന്നെ അച്ഛനും അമ്മയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹാതമ്മേ, അതിന് വളരെയേറെ സന്തോഷം തന്നെയാണ്. നവീൻ നല്ലൊരു പയ്യനാണല്ലോ, അവനെ നമ്മൾ ഒരിക്കലും വിട്ടുകളയാനായിട്ട് പാടില്ല. ആ ഒരു സന്തോഷത്തിലാണല്ലോ നമ്മളെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഇതുവരെയായിട്ട് നന്ദു ഇങ്ങോട്ട് കയറി വന്നിട്ട് പോലുമില്ലേ, അവളെവിടെ പോയി? ആ കാലത്ത് വഴക്കിട്ട് പോയതാണ് അവൾ, ഇതുവരെയായിട്ടും കയറി വന്നില്ല. അവളുടെ ഫോണാണെങ്കിൽ ഇപ്പോൾ സ്വിച്ച് ഓഫാണ്. ഇപ്പോൾ അവളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, എന്ത് ചെയ്യാനാണ്? ഇത്രയും പിണങ്ങി പോകുന്നത് ഞാൻ വിചാരിച്ചൊന്നുമില്ല. അതിനുശേഷമല്ലേ നവീൻ ഇങ്ങോട്ട് കയറി വന്നത്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എന്നാലും അവളെ പിണക്കി അയക്കണ്ടായിരുന്നു. അവൾക്ക് ഇത്തിരി വാശിയൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാമല്ലോ. എന്തു വാശിയാണല്ലോ, അച്ഛനമ്മ വഴക്ക് പറഞ്ഞ് വിചാരിച്ചിട്ട് വീട് വിട്ട് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ നയന മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവളുടെ സ്വഭാവം നേരത്തെ മുതൽ ആണുങ്ങളുടെ ഒരു സ്വഭാവം അല്ലേ, അപ്പോൾ പിന്നെ ആ ഒരു രീതിയിൽ വേണം അമ്മയും കാണാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം അവിടെ സംസാരിച്ച് ഫോൺ വയ്ക്കുക. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദർശ് ചോദിക്കണം എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കല്യാണക്കാരൻ തന്നെയാണ് പറഞ്ഞിട്ടത്. നന്ദു ഇപ്പോഴും വീട്ടിലേക്ക് കയറി വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. കയറി വന്നിട്ടില്ലെന്നോ? അവളെവിടെ പോയി? അവൾ രാവിലെ പിണങ്ങി പോയതാ. അനിയുടെ കല്യാണമൊക്കെ മുടങ്ങാനുള്ള കാരണം ഇവളാണെന്നൊക്കെ പറഞ്ഞ് കൂട്ടിയല്ലോ. ആ സമയത്ത് അവൾക്കത് ദേഷ്യം വന്നു. അവളാണെങ്കിൽ ആരോടൊരക്ഷരം പോലും മിണ്ടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പോൾ വന്നിട്ടുമില്ല. അനിയുടെ ഇപ്പോൾ നവീൻ്റെയും അവളുടെയും കല്യാണക്കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആദർശം വളരെയേറെ സന്തോഷം തോന്നുകയാണ്. നയനെ, ഇനി യാതൊരു കാരണവശാലും നമുക്കിത് മാറ്റിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ഈ കല്യാണം അങ്ങോട്ട് നടത്തണം. നവീൻ്റെ വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ പിന്നെ എന്ത് നോക്കാനാണ് നമ്മൾ? ഒരു കാര്യം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെയുള്ളവർക്ക് സംശയങ്ങളെല്ലാം മാറും. അനിയും നന്ദുമായിട്ടുള്ള ആ ഒരു ബന്ധമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആരും ഇനി പുറകെ നടക്കൂലല്ലോ. എത്രയും പെട്ടെന്ന് ഇനി വൈകിക്കാൻ പാടില്ല. നയനെ എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണമെന്നൊക്കെ ആദർശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്കും സന്തോഷം തോന്നുകയാണ്. നയനയും തലകുലുക്കി സമ്മതിക്കുകയും ചെയ്യാണ്. അതെ, എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണമെന്നും നയനയും പറയുകയാണ്. അങ്ങനെ നമ്മുടെ നവീനെ കാണിക്കുകയാണ്. അപ്പോൾ നവീനാണെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് തല പൊങ്ങിയതിന് ശേഷം കണ്ണാടിയുടെ മുന്നിൽ നിന്നിങ്ങനെ നവീൻ പറയുകയാണ്, ഹനി, അവൻ എന്നെ ഒരുപാടിട്ട് അങ്ങോട്ട് കബളിപ്പിച്ചല്ലേ, ഒരുപാട് വട്ടം ചുറ്റിച്ചു. ഞാൻ അവനോട് എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞതാ, എന്നിട്ട് പോലും അവനൊരക്ഷരം മിണ്ടിയില്ല. അനേ, നിനക്കിട്ടുള്ള പണി ഞാൻ തരുവനേ, ഇതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും. ഇനി അനിയും നന്ദുവും ഒന്നിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു നാടകം കളിച്ചേ മതിയാവുള്ളൂ. ആ നാടകം അധികം താമസിയാതെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അവരെന്നിട്ട് വട്ടം ചുറ്റിച്ചല്ലേ, അപ്പോൾ അവരുടെ മുന്നിലും എനിക്കും കുറച്ചൊന്ന് കളിച്ചു തുടങ്ങണമല്ലോ. എന്നാലല്ലേ ഇവിടെ ഒരു എൻഡ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നവീൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നവീൻ്റെ മനസ്സിൽ ഏതായാലും നന്ദുവിനെ സ്വന്തമാക്കണം എന്നുള്ളൊരു താല്പര്യമൊന്നുമില്ല. അനിയുടെയും നന്ദുവിൻ്റെയും കല്യാണം കഴിയട്ടെ, പക്ഷെ അവരുടെ മുന്നിലൊരു കളി കളിക്കണമെന്ന് മാത്രമേ ചിന്തയുള്ളൂ. അപ്പോൾ നമ്മുടെ നന്ദു ആണെങ്കിൽ വീട്ടിലേക്ക് കയറി ചെല്ലുക. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ നീ എവിടെയായിരുന്നു, എന്തായിരുന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് ഇവിടെ ഇരുന്നിട്ടൊരു സ്വസ്ഥയും തരുന്നില്ലല്ലോ, അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോയി. അതിനിപ്പോൾ എന്താ കുഴപ്പമെന്നോ? നീ ഇങ്ങനെയൊക്കെ നടക്കാവോ നന്ദു പറഞ്ഞോണ്ട് ഒരു വഴക്കും മുടക്കൊക്കെ ഉണ്ടാവുകയാണ്. ഇനി ആ കാര്യത്തെ തുടർന്ന് എന്നോട് തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ വിട്, അതിന് ആ കാര്യം പറഞ്ഞുകൊണ്ട് അവളോട് ചോദിക്കണം, അവൾ പോയി കിടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആക്കിയാണ് നമ്മുടെ നന്ദു പതിവ് പോലെ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ വരുന്നു നവീൻ. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇനി നവീൻ്റെ അടുത്ത ഗെയിം എന്തായിരിക്കും? ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.